കെ മാണിക്കെതിരെ കടുത്ത നിലപാടുമായി UDF നേതൃത്വവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നു. കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി ഹൈക്കമാൻഡും നോക്കിക്കാണുന്നു. സമയം വലിയ അർത്ഥത്തിൽ ദൈർഘ്യമായി മുന്നോട്ട് പോകുന്നു, കടന്നു പോകുന്ന സാഹചര്യം. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നും വലിയ ചലനങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. കെ മാണി എന്തായാലും രാജിവെക്കില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അറിയിച്ചതെന്നും അറിയുന്നു. ശ്രീ സുരേന്ദ്ര ബാബു, എന്താണ് ഇക്കാര്യത്തിൽ എന്താണ് ഇത്രത്തോളം ഒരു സാങ്കേതികത്വത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ ഒരു മൗനം തുടർന്നുകൊണ്ടാണെങ്കിൽ സുധീരന് പലതും പറയേണ്ടി വരുമോ? പ്രത്യേകിച്ച് ഇനി ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ മാണി ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ചർച്ച ഒരുപക്ഷെ മാറ്റിവെക്കാം എന്നാണോ? എന്തായാലും തീരുമാനം ആകാത്ത ഒരു സാഹചര്യത്തിലേക്ക് എന്തായിരിക്കും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒപ്പം കോൺഗ്രസിലും ചിന്തകൾ ഏത് വഴിക്കാണ്? മാണി രാജിവെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇപ്പോഴും നിലനിൽക്കുന്നില്ല. പക്ഷേ അതെപ്പോഴും എങ്ങനെ, ഏത് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടെയാണ് ഇതിനകത്തുള്ള കള്ളക്കളി ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. അദ്ദേഹം കൃത്യമായി പറഞ്ഞു അക്കാര്യത്തിൽ മാണിയുമായി ബന്ധിപ്പിച്ച് ജഡ്ജിമെൻറ്റിൻ്റെ ഇത് വായിക്കുമ്പോൾ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു വക്കീൽ കൂടിയായ അഭിഷേക് സിംഗിന് അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. മറിച്ച് ഭിന്നാഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെയാണ് ഭിന്നാഭിപ്രായം പ്രജീഷ്? കൃത്യമായും സംസ്ഥാന തലത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുന്നല്ലേ അദ്ദേഹം സൂചിപ്പിച്ചത്. അതങ്ങനെ തന്നെ പറയുകയും ചെയ്തല്ലോ. സംസ്ഥാന പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായിരിക്കുന്നു, VM സുധീരൻ രാജി നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുന്ന അവസ്ഥ നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലെഫ്റ്റനൻ്റ് എന്ന് പറയാവുന്ന പ്രതാപൻ, അതുമാതിരി തന്നെ മറ്റ് VD സതീശൻ, ആ നിലയ്ക്കുള്ള ആളുകൾ അതേ സംബന്ധിച്ച് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് വഴി ഒരു പ്രത്യേക വിഭാഗം കോൺഗ്രസ്സുകാർ രാജി ആവശ്യപ്പെടുന്നു. മറ്റ് ചില ഭിന്നാഭിപ്രായം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റ് വിഭാഗമാണ്, ഉമ്മൻചാണ്ടി തന്നെയാണ്. ആ അർത്ഥത്തിൽ കോൺഗ്രസിനകത്തുള്ള ഒരു യുദ്ധമായി, ഫൈറ്റായി ഇത് മാറിയിരിക്കുന്നു. കോർട്ട് മാറിയിരിക്കുന്നു. ഇനി തീരുമാനിക്കപ്പെടേണ്ടത് ആ സമരത്തിൻ്റെ ഇതാണ്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി പറയുകയുണ്ടായല്ലോ, സമാനമായ സ്ഥിതിവിശേഷത്തിൽ ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ പാം ഓയിൽ കേസിനകത്ത്. സത്യത്തിൽ അദ്ദേഹം നുണ പറഞ്ഞത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമാനമായൊരു കേസേ ആയിരുന്നില്ല അത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അന്ന് ആ കേസിൻ്റെ സാക്ഷി ഭാഗത്താണ് അദ്ദേഹം നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സാക്ഷിയാണെങ്കിൽ എന്തുകൊണ്ട് പ്രതിയാക്കിക്കൂടാ എന്ന് അതിൽ പ്രതിയായിരുന്ന മുസ്തഫ ആവശ്യപ്പെട്ടിട്ടാണ് അന്ന് ഒരു കേസ് തന്നെ ഉണ്ടാകുന്നത്. അതാണ് വിജിലൻസ് പരിശോധിച്ചത്. അങ്ങനെ വരുമ്പോൾ വിജിലൻസിലെ ജഡ്ജി എന്തുകൊണ്ട് പ്രതിയാക്കിക്കൂടാ എന്ന ചോദ്യം നമുക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ? അതല്ലേ ചർച്ച ചെയ്യേണ്ട നിലയ്ക്ക് വിജിലൻസ് ജഡ്ജി ഒരു തീരുമാനം എടുത്തപ്പോഴാണ് ഉമ്മൻചാണ്ടി ചെയ്തൊരു കാര്യം ഈ PC ജോർജിനെ കൊണ്ടൊരു കത്തെഴുതിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. പാകിസ്ഥാൻകാരനാണ് ജഡ്ജി എന്ന് വരെ പറഞ്ഞു PC ജോർജ്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ തനിക്ക് യോജിക്കാവുന്ന ഒരാളെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉമ്മൻചാണ്ടി ചെയ്ത്. സമാനമായ സാഹചര്യമല്ല ഇവിടെയാകട്ടെ. മാണി പൈസ വാങ്ങി 25 ലക്ഷം രൂപ 2 ഗഡുക്കളായി വാങ്ങി മാണിയുടെ വീട്ടിലെത്തിയതിൻ്റെ തെളിവുണ്ട് എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടരന്വേഷണം പറയുന്നത്. രണ്ടും സമാനമല്ല. നുണ പറഞ്ഞ് കാര്യങ്ങൾ സ്ഥാപിക്കുകയാണ് സമാനമാണെന്ന് പറഞ്ഞുകൊണ്ട്. ആ അർത്ഥത്തിൽ രാജിവെക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ ശ്രീ സുരേന്ദ്ര ബാബു, എന്തായാലും അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കും വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം രാജിയിലേക്ക് അടക്കമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഒരു സമയക്രമം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം ജീവൻ കുമാർ പ്രശാന്തിക്ക് മുന്നിൽ നിന്നും യോഗം നടക്കുന്ന സ്ഥലത്തു നിന്നും ചേരുന്നുണ്ട്. ജീവൻ കുമാർ, എന്തെങ്കിലും കാരണം മാണി കാര്യം യോഗത്തിൽ അവതരിപ്പിച്ചോ? ജോസഫ് വിഭാഗം എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവെ ഉയർന്നു വരുന്ന സാഹചര്യം എങ്ങനെയാണ്? ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ടോ? 2.5 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു. മാണി ഗ്രൂപ്പിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് ഒരുപക്ഷെ വളരെ കുലങ്കഷ്യമായ ഒരു ചർച്ച തന്നെയാണ് അകത്ത് നടക്കുന്നത്. വാദങ്ങളും എതിർവാദങ്ങളും സ്വാഭാവികമായി ഉണ്ടാവും. കാരണം പാർട്ടി ഒന്നടങ്കം, പാർട്ടി ലീഡറുടെ പേരിൽ പാർട്ടി ഒന്നടങ്കം, പാർട്ടിയുടെ മറ്റ് മന്ത്രിമാരും പ്രവർത്തകരുമടക്കം കളങ്കത്തിൻ്റെ പ്രതിച്ഛായയിലേക്ക് വന്നു നിൽക്കുന്നൊരു സാഹചര്യം സ്വാഭാവികമായും വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. ഹൈക്കോടതിയിൽ ഇന്നലെ ഉണ്ടായ പരാമർശം, ആ പരാമർശത്തെ തുടർന്ന് ഘടകകക്ഷി മന്ത്രിമാരിൽ രൂപപ്പെട്ടിരിക്കുന്നൊരു തരം വല്ലാത്ത സമ്മർദ്ദം, അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായി വരുന്നു. ജോസഫ് ഗ്രൂപ്പ്
ഉയർത്തുന്ന മറ്റു വാദങ്ങൾ തീർച്ചയായും അവരോടൊപ്പം നിൽക്കുന്ന ജോസഫ് അടക്കമുള്ള 3 MLA-മാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇവയെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മാണിയുടെ രാജി കൂടിയേ തീരൂ എന്ന നിലപാടിലേക്ക് മുന്നണി ഒന്നടങ്കം വരുമ്പോൾ ഇനി എത്ര നേരം മാണിക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ മാത്രമാവും എന്നതാണ് ഇവിടെ ഉണ്ടാവുന്ന ഒരു വിഷയം. മാണിയുടെ രാജി ഉണ്ടാവും എന്ന അനുമാനത്തിൽ നിന്ന് ഹൈക്കോടതി വിധിയിലെ അനുകൂലമായ ചില വാദങ്ങൾ മാത്രം നിരത്തിക്കൊണ്ട് ഇനി എത്ര നേരം മാണിക്ക് പിടിച്ചു നിൽക്കാനാവുമെന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്ന വിഷയം. പക്ഷേ അനിവാര്യമായ രാജിയിലേക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ മാണിക്ക് കടക്കേണ്ടതായി വരുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ നമ്മളോട് പങ്കുവെക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് അകത്തു നിന്ന് ലഭിക്കുന്ന സൂചനയും. എന്തായാലും 2.5 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു യോഗത്തിൽ ജോസഫ് ഗ്രൂപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ എല്ലാവരും രാജി എന്ന ആവശ്യം പറയുന്ന ഘട്ടത്തിൽ രാജിവെക്കുന്നത് തന്നെയല്ലേ ഉചിതം എന്ന് ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ യോഗത്തിനുള്ളിൽ അവരുടെ വാദങ്ങൾ നിരത്തുമെന്നാണ് പറഞ്ഞത്. അത്തരം വാദങ്ങൾ അവർ നിരത്തിയിട്ടുണ്ടാവണം. അത് സംബന്ധിച്ച എന്തായാലും വ്യക്തമായ കാര്യങ്ങൾ അധിക സമയത്തിനകം പെട്ടെന്ന് തന്നെ തേടുക വലിയ സങ്കീർണാവസ്ഥയിൽ കൂടെയാണ് എന്തായാലും കേരള രാഷ്ട്രീയവും കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും മുന്നോട്ട് പോകുന്നെന്ന വിശദാംശമാണ് ജീവൻ നൽകിയത്. ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന് വിജിലൻസിന് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്താണ് ലഭിച്ച നിയമോപദേശം? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ പോകേണ്ടതില്ല എന്ന നിയമോപദേശമാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഈ വിവരം നിയമ സെക്രട്ടറി ഉമ്മൻചാണ്ടിയെയും അതോടൊപ്പം KM മാണിയെയും അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ, കടുത്ത പരാമർശങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടും അത് അപ്പീൽ പോയാൽ, വീണ്ടും തിരിച്ചടി ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിൽ പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിയമോപദേശം അത്തരത്തിൽ ലഭിച്ച സാഹചര്യം ഇപ്പോൾ KM മാണിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വിലയിരുത്തുന്നുമുണ്ട്. എന്തായാലും നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിൽ അപ്പീൽ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുമില്ല. അത് വ്യക്തമാണ് ദിനകർ. ഏറ്റവും രാഷ്ട്രീയഗതിയിൽ എന്തായാലും KM മാണി തുടരുന്ന മൗനത്തിനും ഒക്കെ തന്നെ അതിൻ്റെ മൗനത്തിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നിരിക്കുന്നു. KPCCയുടെ അന്തിമ നിർദ്ദേശത്തിലേക്ക് പോകുന്നു. KM മാണി ഇന്ന് രാജിവെച്ചില്ലെങ്കിൽ UDF ആണ് സമയം നൽകിയിരിക്കുന്നത്. KM മാണി ഇന്ന് രാജിവെച്ചില്ലെങ്കിൽ പരസ്യമായി തന്നെ നാളെ പലതും പറയേണ്ടി വരും, പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടി വരും, രാജിയടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും UDF നേതൃത്വത്തിനെന്ന് UDFിലെ കക്ഷികൾ ഒന്നടങ്കം ഐക്യകണ്ഠേന തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നു. UDFിലെ പ്രമുഖ കക്ഷികളായ RSPയും ഒപ്പം തന്നെ JDU, ജേക്കബ് വിഭാഗം ഒക്കെയുള്ള കക്ഷികളടക്കം ലീഗ്, പ്രത്യേകിച്ച് ലീഗ് നേതൃത്വമടക്കം ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. KG ദിനകർ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ. ജീവൻ കുമാർ നമ്മോടൊപ്പം ചേരുന്നു. ജീവൻ, ഇക്കാര്യത്തിൽ എന്തായാലും പുതിയ വിവരം ലഭിച്ചിരിക്കുന്നു. KM മാണിക്ക് ഇന്ന് ഒരുപക്ഷെ സമയം നൽകിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് രാത്രിക്കുള്ളിൽ രാജിയില്ലെങ്കിൽ നാളെ കാര്യങ്ങൾ മാറിമറിയും. UDF അന്ത്യശാസനം നൽകിയിരിക്കുന്നു. അതെ, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ പുതിയ വിവരപ്രകാരം ഇപ്പോൾ മാണിക്ക് ഒരു ദിവസത്തെ സാവകാശം ഇപ്പോൾ UDF നൽകിയിരിക്കുന്നു. അത് ജീവൻ ഇക്കാര്യം ഈ യോഗത്തെ അറിയിച്ചിട്ടുണ്ടോ? ഈ കാര്യം ഫോണിലൂടെ മാണിയെ ഫോണിലൂടെ മാണി ഗ്രൂപ്പിലെ നേതാക്കന്മാരെ അനൗദ്യോഗികമായി അറിയിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇന്നിപ്പോൾ എന്തായാലും UDF അങ്ങനെയെങ്കിൽ പിന്നെ മാണി ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രമുഖരായ നേതാക്കന്മാർ ക്ലിഫ് ഹൗസിൽ ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ മാണി ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരാത്ത കാരണം അവർക്ക് UDF യോഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്നിനി അങ്ങനെയാണെങ്കിൽ UDF യോഗം ചേരണമോ വേണ്ടയോ എന്നുള്ള കാര്യം എന്തായാലും മാണി ഗ്രൂപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് യോഗം ശേഷം മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ ഇനി ഒരിക്കൽ കൂടി UDF യോഗം ചേരാനുള്ള സാധ്യതയില്ല. എന്തായാലും മാണിക്ക് ഒരു ദിവസത്തെ ഡെഡ്ലൈൻ ഇപ്പോൾ UDF നൽകിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ മാണി ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ നാളെ പരസ്യമായി രംഗത്ത് വരാനാണ് UDF നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അനൗപചാരികമായ ധാരണ.
ജീവൻ കുമാറാണ് വിവരം വിശദാംശങ്ങൾ നൽകിയത്. ശ്രീ ഭാസ്കരേന്ദ്രബാബു, നേരത്തെ താങ്കളടക്കം നിരീക്ഷണം നടത്തിയതുപോലെ സാഹചര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇന്ന് രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ മാറിമറിയും. അത് UDF ആണ്. ഒരുപക്ഷെ നേരത്തെ KPCC പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആ ഒരു വാചകഗതികൾക്ക് കൂടുതൽ അടിവരയിട്ടുകൊണ്ട് തന്നെ UDFന്റെ ഭാഗത്തുനിന്ന് കൂടി തീരുമാനം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് KM മാണിക്ക് രാജിവെക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വാദമുക്തി തന്നെ നിൽക്കുന്നു. KM മാണിക്ക് മാത്രമല്ല, KM മാണിക്കും ഉമ്മൻചാണ്ടിക്കും എതിരെയുള്ള കർശനമായൊരു സിഗ്നലിംഗ് ആണ് അത് വരുന്നത് KPCC ഓഫീസിൽ നിന്നുമാണ്. ലീഗ് മുന്നേ VT മുഹമ്മദ് ബഷീർ സംസാരിച്ചോ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു നിവർത്തികേട് പറയുന്ന മാതിരിയല്ലേ പ്രജീഷ് താങ്കളോട് സംസാരിച്ചത്. വൈകുന്നേരമെന്ന് അദ്ദേഹവും സൂചിപ്പിക്കുകയുണ്ടായി. വൈകുന്നേരം നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പം പ്രകടമായ ഒരു ഭാവമാറ്റം UDFന്റെ കോമ്പിനേഷനിൽ വരുന്നു, കെമിസ്ട്രിയിൽ വരുന്നു. എങ്ങനെ? KPCCയിലേക്കാണ്, KPCC ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ് ഒരുപക്ഷെ ലീഗ് നീങ്ങുന്നത്. JDUവിൻ്റെയും RSPയുടെയും കാര്യം പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ UDF പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഒരു ധനമന്ത്രിയോ അങ്ങനെ വരുന്നത് മനസ്സിലാക്കുക. വാസ്തവത്തിൽ 50 വർഷത്തെ പാരമ്പര്യം, വലിയ വലിയ റെക്കോർഡുകളുടെ ഉടമ, ഒരൊറ്റ നിയോജക മണ്ഡലത്തിന് ഏറ്റവും അധികം പ്രാതിനിധ്യമുള്ള തലമുതിർന്ന നേതാവ്, ഇങ്ങനെയൊരു നേതാവിനെ എന്താ പറയുക, പ്രസിഡന്റ് ലാലി വിൻസെന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ലാലി വിൻസെന്റ്, ഈ കോടതിയുടെ പരാമർശം വന്നിട്ട് 24 മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോഴും എന്ത് ഈ സാങ്കേതികത്വം ഇങ്ങനെ വരുന്നു? ഇക്കാര്യത്തിൽ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്തൊരു പൂർണ്ണ അർത്ഥത്തിലേക്ക് പോകാൻ, ഒരടി പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല. നാളെ KPCCയുടെ ഭാരവാഹി യോഗമുണ്ട്, മറ്റന്നാൾ KPCCയുടെ പൂർണ്ണ എക്സിക്യൂട്ടീവ് ഉണ്ട്. തീർച്ചയായും ഈ വിഷയം വളരെ രാഷ്ട്രീയപരമായി തന്നെ ലാലി വിൻസൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഈ നാളെ നടക്കാൻ പോകുന്ന KPCC ഭാരവാഹിയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതിയോ രാജി? അതാണോ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ചർച്ച ചെയ്യാതെ അതേക്കുറിച്ച് ഒറ്റയ്ക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. പാർട്ടിയുടെ തീരുമാനം വേണം, UDFന്റെ തീരുമാനം വേണം. കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് കുറെ കൂടി ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. UDF ആയതുകൊണ്ട് UDFന്റെ തീരുമാനം കൂടെ നോക്കേണ്ടതുണ്ട്. ഇവിടെ ലാലി വിൻസെന്റ് ഏക അർത്ഥത്തിൽ ഇവിടെ പറയുന്ന ലീഗ്, നിങ്ങൾക്ക് മുന്നണിയിൽ കൂടുതൽ വാദഗതികൾ ഒരുപക്ഷെ എടുക്കേണ്ടത്, വാചകങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടത് ലീഗ് ആയിരിക്കാം. ലീഗിന് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എന്തായാലും നിലനിൽക്കുന്നില്ല. അവിടെ JDU പറഞ്ഞിരിക്കുന്നു, ജേക്കബ് വിഭാഗം പറഞ്ഞിരിക്കുന്നു, RSP നിലപാട് സ്വീകരിക്കുന്നു. പിന്നെ എന്താണ് ഇക്കാര്യത്തിൽ സാങ്കേതികത്വം? ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാൽ മാത്രം പോരല്ലോ. മാധ്യമങ്ങളിലൂടെ മാത്രമല്ല അറിഞ്ഞത്, ഇവരുടെ നേതാക്കന്മാർ ഈ ചർച്ചയിൽ ഞങ്ങളുടെ ഈ ചർച്ചയിൽ അല്പസമയം മുമ്പ് ET അടക്കം പറഞ്ഞ വാചകങ്ങളാണ്. മാത്രവുമല്ല, പ്രത്യക്ഷത്തിലല്ലാതെ ഇത്തരം നേതാക്കന്മാരും ഒക്കെ സംസാരിച്ച് കിട്ടുന്ന ക്രോഡീകരിക്കുന്ന വാചകങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തീരുമാനമായി പുറത്തു വരണം, അതാ ഞാൻ പറഞ്ഞത്. തീരുമാനമായി പുറത്തു വരണം. തീർച്ചയായിട്ടും 12-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴേക്കും കൃത്യമായ തീരുമാനം മാധ്യമങ്ങളോട് പറയാൻ KPCC പ്രസിഡന്റിന് കഴിയും. അതുവരെ KM മാണിക്ക് സമയം നൽകുന്നു. തീരുമാനം പാർട്ടി എടുക്കണം, അതാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. സമയം നൽകുന്നോ ഇല്ലയോ എന്നല്ല, പാർട്ടിയുടെ തീരുമാനമായി തീരുമാനം പുറത്തു വരണം. അത് 12-ാം തീയതി വൈകുന്നേരത്തിനകം തീരുമാനം പുറത്തു വരും. നിയമത്തിന്റെ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയിൽ ഇപ്പോൾ UDFും കോൺഗ്രസും മാണി സാറും ഒക്കെ നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നില്ല. കോടതിയിൽ ഒരു പരാമർശം മാത്രമേ ഉള്ളൂ എന്ന നിയമവശവുമുണ്ട്. മാണി സാറിനെ കോടതിയിൽ തന്റെ ഡിഫൻസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിയമവശവുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചിട്ട് 12-ാം തീയതി രാത്രിക്കുള്ളിൽ KPCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് തീരുമാനം അറിയിക്കും. അതായത് മാണിയെ കേൾക്കാതെ കാര്യങ്ങൾ തീരുമാനമെടുത്തു. ഉണ്ണിയാടൻ ഇന്ന് ഒരുപക്ഷെ ഒരർത്ഥത്തിൽ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ലാലി വിൻസെന്റും ആവർത്തിക്കുന്നത്? തീരുമാനമായി എല്ലാം പുറത്തു വരണം എന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായങ്ങളായി പുറത്തു വന്നിട്ട് കാര്യമില്ല. പാർട്ടിയുടെ തീരുമാനമായി, UDFന്റെ തീരുമാനമായി, രേഖാമൂലം തീരുമാനം പുറത്തു വരണം. അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെടണം. ഇപ്പോൾ നടക്കുന്നത് ചർച്ചകളും അഭിപ്രായങ്ങളുമാണ്. ഈ ചർച്ചകളും അഭിപ്രായങ്ങളും നിയമത്തിന്റെ മുമ്പിലും ജനത്തിന്റെ മുമ്പിലും സ്വീകാര്യമാകണം. അതിനെ തീരുമാനമായി തന്നെ പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും 12-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലാലി വിൻസെന്റ്, നമ്മോടൊപ്പം ചർച്ചയിലുള്ള ശ്രീ ഭാസ്കരേന്ദ്രബാബുവിന് താങ്കളോട് ഒരു ചോദ്യമുണ്ട്. ലാലി വിൻസെന്റ് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. വാസ്തവത്തിൽ തീരുമാനം വരണമെന്ന് പറയുമ്പം യോഗം കൂടി തീരുമാനം വരണം. UDF യോഗം കൂടുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ 9 മണിക്ക് ക്ലിഫ് ഹൗസിൽ. UDF യോഗം കൂടിയിട്ടില്ലല്ലോ. UDF യോഗം കൂടിയിട്ടില്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ടത്, എന്തുകൊണ്ട് കൂടിയില്ല എന്ന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണല്ലോ. ഒന്നും പറയുന്നില്ലല്ലോ.
അപ്പം യോഗം കൂടി തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ 11-12 തീയതികളിൽ നിങ്ങളുടെ കാര്യം തന്നെയാണ്, UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും മറുപടി പറഞ്ഞു യോഗം വിളിച്ചു കൂട്ടി നടത്തേണ്ട ആളുകൾക്ക് അത് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ലാലി വിൻസെൻ്റ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്? UDF യോഗം എപ്പോൾ കൂടും? അല്ല, ഇതൊരു പ്രതിസന്ധി തന്നെയാണ്, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് പാർട്ടി എന്ത് പറയുന്നു എന്നത് കേൾക്കണ്ടേ? നാളെയും മറ്റന്നാളും മുഖ്യമന്ത്രിയും ആ യോഗത്തിൽ സമ്പൂർണമായി പങ്കെടുക്കുകയും കോൺഗ്രസിന്റെ ഭാഷ പരിപൂർണമായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും. UDF യോഗം ചേരും, ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി ഏകോപന സമിതിയും ചേരും. ജനങ്ങളോട് കൃത്യമായ രീതിയിൽ മാൻഡേറ്റ് വാങ്ങിയ UDF കൃത്യമായ രീതിയിൽ ജനങ്ങളോട് ഉത്തരം പറയും. ജനങ്ങളുടെ മുമ്പിൽ സുതാര്യത തെളിയിക്കേണ്ട ഉത്തരവാദിത്തം UDF-നും ഗവൺമെന്റിനും പാർട്ടിക്കും ഉണ്ട് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് ഉറപ്പിച്ചു പറയുന്നു. ജനങ്ങളോട് വളരെ കൃത്യമായ ഉത്തരം KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും നൽകും. 2 ദിവസത്തെ സമയം വേണ്ടിവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാന്യമായ ഒരു സമയവുമാണ് എന്ന് കരുതുന്നു. ലാലി വിൻസെന്റ് ഒന്നുകൂടി ചോദിച്ചോളട്ടെ. എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടി തീരുമാനമെടുത്ത് മാണി സാർ അറിയിക്കുമെന്ന് പറഞ്ഞു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അനിശ്ചിതമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത്? കോടതി പറഞ്ഞതിൻ്റെ ഭാഗമായി എല്ലാവരും നമുക്ക് അറിയുന്ന മാതിരി 24 മണിക്കൂറോളം രാജിവെക്കണം. അതിനപ്പുറത്തൊന്നും പറയേണ്ടതില്ലല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അനന്തമായി നീട്ടിക്കൊണ്ട് കാര്യങ്ങൾ നീണ്ടു പോകുന്നു. ഇനി 11-12 തീയതികളിൽ അതും അനന്തമായി നീണ്ടു പോകില്ല എന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാനാകും ലാലി വിൻസെന്റിനടക്കം? ഞാൻ അങ്ങയോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയട്ടെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് നമുക്ക് എല്ലാ വശങ്ങളും പരിശോധിക്കണ്ടേ. കോടതിയുടെ വിധിയിൽ പരാമർശം മാത്രമാണുള്ളത്, ആരോപണം മാത്രമാണുള്ളത്. ഇപ്പോഴും മാണി സാറിനെതിരെ ഒരു ചാർജ് ഷീറ്റ് ഇല്ല എന്ന നിയമവശമുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് കോടതിയോടോ ജനങ്ങളോടോ ലാലി വിൻസെന്റ് അതിശയത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നത്. ഇവിടെ ഹൈക്കമാൻഡ് എന്ന ഒരു വലിയ നിങ്ങളൊക്കെ തന്നെ വലിയ മൂല്യത്തോടു കൂടി കാണുന്ന ഒരു കേന്ദ്രം, അവിടെ നിന്ന് പോലും അഭിപ്രായങ്ങൾ വരുന്നു. എന്നിട്ട് കൂടി UDF ഇക്കാര്യത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ നേതാക്കന്മാരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ആരുടെ ഭാഗത്താണ് ഇപ്പോഴും ഈ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡ് നടക്കുന്നത്? അത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നാണോ? അല്ല, ഇതൊരു ഡബിൾ സ്റ്റാൻഡ് അല്ല. അടുത്ത മെയ് മാസത്തിൽ അടുത്ത ഭരണസമിതി ഉണ്ടാകേണ്ടതാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമുള്ളപ്പോൾ 4.5 വർഷക്കാലം വളരെ സത്യസന്ധമായി ജനങ്ങൾക്ക് വികസനപരമായി സേവനം നടത്തിയ ഒരു ഭരണകൂടം അപമാനിതരായി ജനങ്ങളുടെ മുമ്പിൽ സംശയത്തോടെ ഇറങ്ങിപ്പോകണമോ വേണ്ടയോ എന്ന അതായത് ലാലി വിൻസെന്റ് ഇടപെടുകയല്ല. ലാലി വിൻസെന്റ്, നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞ ഈ പറയുന്ന സമയപരിധി ഉടൻ രാജിവെക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിഷ്പ്രമമായി ഈ പറയുന്ന 2 ദിനം, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഈ 2 ദിവസം കൂടി മാണി സാറിന് നൽകും. വേണ്ടി വന്നാൽ അതിലും തീരുമാനമായില്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് തുടരാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അങ്ങനെ ഒരു ഭരണകൂടത്തിന് ഒരു തീരുമാനം എടുക്കണ്ടേ? ഒരു പ്രതിസന്ധിയെ ജനങ്ങളോട് കൃത്യമായി ഉത്തരം പറയാൻ പാകത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വേണ്ടേ ഒരു തീരുമാനത്തിന് വിശദീകരണം നൽകാൻ? ഒരു തീരുമാനമാകുന്നതിന് വിശദമായ ചർച്ചകൾ വേണ്ടേ? ആ ചർച്ചകൾക്കൊരു സമയം ഈ ഭരണകൂടവും മാണി സാറും അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് അത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ സമയം കൊടുക്കാൻ ബഹുമാനപ്പെട്ട ജനവും മാധ്യമങ്ങളും മനസ്സ് കാണിക്കണം. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും പറയാനുള്ളത് ജനം കേട്ടിട്ടില്ല, കോടതി കേട്ടിട്ടില്ല. പക്ഷേ ഈ മനു അഭിഷേക് സിംഗ്വിക്കൊന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലല്ലോ. മനു അഭിഷേക് സിംഗ്വി പറയുന്നു കോടതി വിധി മാനിക്കണം, പെട്ടെന്ന് തീരുമാനത്തിലേക്ക് പോകണം. മനു അഭിഷേക് സിംഗ്വി ഒരുപക്ഷെ അദ്ദേഹം ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ടാണോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. പാർട്ടി വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ഒരു വക്കീൽ എന്നുള്ള രീതിയിലും എന്റെ അഭിപ്രായം ഇതാണ്: മാണി സാറിന് തീരുമാനമെടുക്കാനും കേരള കോൺഗ്രസിന് തീരുമാനമെടുക്കാനും UDF-ന് തീരുമാനമെടുക്കാനും കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് എന്ത് എന്ന് ജനങ്ങളോട് പറയാനും കോൺഗ്രസ് പാർട്ടിയുടെ ഏകോപന സമിതിയും എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ ഭാരവാഹികളുടെ യോഗവും ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് തീരുമാനത്തിന്റെ ഭാഷയാണ് ജനങ്ങളോട് പറയേണ്ടത്, അഭിപ്രായങ്ങളല്ല. അഭിഷേക് സിംഗ്വി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. VD സതീശൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതായത് ലാലി വിൻസെന്റ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക്
ഉള്ള വഴി കൂടി തേടാനുള്ള സാധ്യതയാണ്. അതുകൂടി കെ എം മാണി ഒരുപക്ഷെ കെ എം മാണി നിയമോപദേശകരുമായിട്ട് ഒരുപക്ഷെ തേടിയതിൻ്റെ വശത്ത് മറ്റൊരു വശം ചിന്തിച്ചാൽ ലാലി വിൻസെന്റ് പറയുന്നതനുസരിച്ച് ഇനിയും കെ എം മാണിക്ക് സുപ്രീം കോടതിയിലടക്കം പോകണമെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം മാണി സാറിനെ കേട്ടില്ലല്ലോ. ഞാനത് പറയില്ല. ഹൈക്കോടതി പോലും പോയത് ശരിയാണോ എന്ന് എന്റെ മനസ്സിൽ ചോദ്യചിഹ്നമുള്ളതാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്നേ സെഷൻസ് കോടതി പറഞ്ഞിട്ടുള്ളൂ. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മതിയായിരുന്നല്ലോ എന്ന് ഒരു വക്കീൽ ഭാഷയിൽ ചിന്തിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഹൈക്കോടതി പോയത് പോലും ശരിയാണോ എന്ന് സംശയിക്കുന്നയാളാണ് ഞാൻ. ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോഴല്ല എനിക്ക് വിശദീകരിക്കേണ്ടത്. പാർട്ടി യോഗത്തിലാണ്. സ്വാഭാവികമായി നാളെയും മറ്റന്നാളും നടക്കുന്ന പാർട്ടി യോഗത്തിൽ എന്റെ ചെറിയ നിയമത്തിലുള്ള അറിവ് വെച്ചും രാഷ്ട്രീയത്തിലുള്ള അനുഭവജ്ഞാനം വെച്ചും ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചും വ്യക്തമായ അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കും. എന്നെ പോലെ തന്നെ പലരും പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ശ്രീ ലാലി വിൻസെന്റ് ഇക്കാര്യത്തിൽ ഏകാഭിപ്രായത്തിലേക്ക് എന്തുകൊണ്ട് വരാൻ കഴിയുന്നില്ല? കാരണം കെ എം മാണിയെ പോലെ ഇന്നത്തെ സാഹചര്യം താങ്കൾക്കറിയാമല്ലോ. അവിടെ ഒരു വലിയ മൂർച്ചയോടുകൂടി കേരള കോൺഗ്രസിൽ നിന്ന് പോലും ഇക്കാര്യത്തിൽ യുക്തിഭദ്രമായ ഒരു ചില നിരീക്ഷണങ്ങളിലേക്ക് വരുന്നു. അതൊന്നും എടുക്കാൻ കഴിയാതെ പോകുന്നു. കാരണം ഇന്ന് രാവിലെ വലിയ തോതിൽ മലയിളകി വരുന്നത് പോലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മണിക്കൂറുകളിലേക്ക് ദൈർഘ്യത്തിലേക്ക് പോയിരിക്കുന്നു. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഡബിൾ സ്റ്റാൻഡ് എവിടെ നിന്നാണ് വരുന്നത്? ഇത് ഡബിൾ സ്റ്റാൻഡ് അല്ല, ഒരു തീരുമാനം എടുക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ പഠിക്കുകയാണ്. ആ പഠനം എന്ന് ലാലി വിൻസെന്റ് ഒറ്റ ചോദ്യം. കാരണം ഈ ഡെഡ് ലൈൻ, താങ്കൾ എന്തായാലും കെ പി സി സി വൈസ് പ്രസിഡന്റാണ്. ഞാൻ ചെറുതായി അങ്ങയെ കാണുന്നു, താങ്കളെ കാണുന്നില്ല. കാരണം ഈ തീരുമാനങ്ങളെ വ്യക്തമായ രീതിയിൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള കെ പി സി സി യോഗത്തിലടക്കം തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു ഡെഡ് ലൈൻ. കാരണം ഇത്രയും കേരള ജനത നോക്കിക്കാണുകയാണല്ലോ, വിഡ്ഢികളെ പോലെ അല്ലെങ്കിൽ അപഹാസ്യരായി കേരള രാഷ്ട്രീയ സമൂഹം നോക്കിക്കാണുമ്പോൾ അവർക്കൊരു ഡെഡ് ലൈൻ. തീർച്ചയായും അത് 12-ാം തീയതിയോ 13-ാം തീയതിയോ വിട്ടു പോവില്ല എന്ന് ഞാൻ കരുതുന്നു. മാത്രവുമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളോടും ജനങ്ങളോടും തീരുമാനമായി തന്നെ അറിയിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളിലല്ല, തീരുമാനത്തിലാണ് എന്റെ ശ്രദ്ധ. അതായത് ലാലി വിൻസെന്റ് ഒരു ദിവസം എന്ന് പറഞ്ഞത് 2 ദിനം കൂടി നീളും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. 12-ാം തീയതി രാത്രി 13-ാം തീയതി ആകുമ്പോഴേക്കും ജനങ്ങളോട് പ്രസിഡന്റിന് തീരുമാനമുണ്ടായിരിക്കും. യെസ്, വളരെ നന്ദി ശ്രീ ലാലി വിൻസെന്റ്. ഈ അവസ്ഥയിൽ ഞങ്ങളോട് പ്രതികരിച്ച് എന്തായാലും 3 ദിവസം കൂടി കാര്യങ്ങൾ പോകും എന്ന ഒരു വ്യക്തമായ നിരീക്ഷണത്തിലേക്ക് കെ പി സി സിയുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ലാലി വിൻസെന്റ് തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ പൊട്ടിത്തെറി അതാണ് ആ പ്രതികരണങ്ങളിലൂടെ കണ്ടത്. കെ പി സി സി വൈസ് പ്രസിഡന്റ്, കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ, കെ പി സി സിയുടെ വക്താവ് കൂടിയ രാജ്മോഹൻ ഉണ്ണിത്താൻ, അജയ് തറയിൽ കെ പി സി സി വക്താവ് അജയ് തറയിൽ, ഒപ്പം തന്നെ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ നിലപാടുകളെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റ്, മറ്റൊരു വൈസ് പ്രസിഡന്റ് കൂടിയ ലാലി വിൻസെന്റിന്റെ അഭിപ്രായമാണ് അല്പസമയം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ചത്. അല്പസമയം മുമ്പ് പ്രതികരിച്ച ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളുടെയൊക്കെ നിരീക്ഷണങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നാളെയല്ല മറ്റന്നാളുമല്ല 13-ാം തീയതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ലാലി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അൺഫോർച്ചുനേറ്റ് ഡേറ്റ് ആണ്, ആ ഡേറ്റിലേക്കാണ് ഒരു പക്ഷേ പറഞ്ഞത്.